ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രാവിൻകൂട് ഷാപ്പ്. സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കിംഗ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച 50% ഇടിവ് കേരളത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഇതേ സമയം ആദ്യ ദിവസം 70 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 30 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ 1,70,00,000 ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്ന് 1 കോടി രൂപ പോലും കേരളത്തിൽ നിലവിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. 70 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് രണ്ടാം ദിവസം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2,40,00,000 2,50,00,000 റേഞ്ചിലേക്ക് 2 ദിവസങ്ങൾ കൊണ്ട് പ്രാവിൻകൂട് ഷാപ്പിന്റെ കേരള ഗ്രോസ് എത്തും. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 3 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 5 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ആകെ 2 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നല്ലൊരു തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ ഇടിവ് നൽകുന്ന സൂചന അത് വലിയൊരു സൂചന തന്നെയാണ്. എന്തായാലും അടുത്ത 2 ദിവസത്തെ ശനി ഞായർ കളക്ഷൻ കൂടി കൃത്യമായിട്ട് അറിയാനായിട്ട് കാത്തിരിക്കൂ. പ്രാവിൻകൂട് ഷാപ്പിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.